Elizabeth Abraham, Edwin Isaac Matthew, Olina Ann Anil, Josely, മേഡം എനിക്കുണ്ടായിരുന്നു എന്നെ ആദ്യം പുറത്ത് കിട്ടിയായിരുന്നു. പിന്നല്ലാതെ കൊച്ചുങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നമ്പർ തരില്ല. കാരണം എന്റെ മോൻ ഫസ്റ്റ് ടൈം ആയിരുന്നാ അവൻ വിചാരിച്ചു ഈ ഡിസ്റ്റർബൻസ് സൗണ്ട് ഇതിന്റെ കൂടെ ഉള്ളതാന്ന് വിചാരിച്ചു. അല്ല, ഞാൻ സ്റ്റാർട്ടിങ് നമ്മൾ ചെക്ക് ചെയ്യൂല, അന്നേരം ഞാൻ പറഞ്ഞു. അപ്പോഴാ കൂട്ടിയിട്ടേക്കാൻ പുള്ളിക്കാരത്തി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എന്നിട്ട് വോളിയം കുറച്ച് വെച്ചാൽ മതി. വോളിയം കുറച്ച് വെച്ചാൽ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. അന്നേരം നമുക്കൊരു നമ്പറൊന്നും അവർ തന്നില്ലല്ലോ. തന്നില്ല, കുഴപ്പമില്ല എന്നാണ് ചെവിയിൽ ഇങ്ങനെ വെച്ച് തന്നിട്ടൊന്ന് പോയി. മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഇത് തന്നെ അവസ്ഥ, ഇവിടെ വന്നാൽ ഇത് തന്നെ അവസ്ഥ. ഇതിന് പിന്നിൽ അവരുടേതായ അധ്വാനം ഇല്ലേ? ഒരു എക്സാമിന് എഴുതാൻ 3-4 മാസം കോച്ചിങ് എടുത്തിട്ട് വരുന്നവരുണ്ട്. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഈ കംപ്ലൈന്റ് പിയേഴ്സിനാണോ ചെയ്യുന്നത്? പിയേഴ്സിനാണോ കംപ്ലൈന്റ് ചെയ്യുന്നത്? ഇവര് പിയേഴ്സിന് കംപ്ലൈന്റ് ചെയ്തിട്ട് ആ നമ്പറാണ് നമുക്ക് തരുന്നത്. എന്നിട്ട് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യും. നമ്മൾ ഇനിയും അവരോട് പറയും ഇങ്ങനെ ഒരു ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സെന്ററിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇത് കഴിഞ്ഞിട്ട് തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതെ മാഡം, ഒരു മിനിറ്റ് ഒന്ന് പുറത്തോട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാ. ഇപ്പം നമ്മൾ ഇതേപോലെ ഇപ്പൊ റിപ്പോർട്ട് എവിടെ പോകും? ഇങ്ങോട്ട് ഒന്ന് വന്നേ. കൊണ്ടുപോകണം ഇതിലൊക്കെ എന്തിനാ സംസാരിച്ചുകൂടെ? ഇത്ര ആളുകളൊന്നും നിൽക്കുമല്ലേ, അപ്പൊ എന്താന്ന് അത്യാവശ്യം ചോദിച്ചൂടെ? അല്ല, ഒരു മിനിറ്റ്. കാൻഡിഡേറ്റ്സ് മാത്രമേ ഈ കേസ് നമ്പർ കിട്ടില്ല. അവിടെ പോയിട്ട് എന്തോന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യും. അല്ല, ഒരു കാര്യം പുറത്തോട്ട് വരാമോ? ഒരു കാര്യം ഒന്ന് പുറത്തോട്ട് വരാമോ? എന്തോ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. എന്ത് കൈ ചൂണ്ടി അടിക്കുന്നത്? ഗെറ്റ് ഔട്ട് അടിക്കുവാണോ? അല്ല, അടയ്ക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഞങ്ങളിവിടെ വളരെ സൈലന്റ് ആയില്ല. അടയ്ക്കാൻ പറ്റട്ടെ. ഞങ്ങളുടെ കുട്ടികൾ അവിടെ ഉള്ളിൽ നിൽക്കുന്നത് അടയ്ക്കാൻ പറ്റട്ടെ. എന്താ ഞങ്ങളിവിടെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറയുന്ന അനുസരിക്കുന്നില്ലേ? പിന്നെന്താ വാഹനടിച്ചിരിക്കുന്നത്? ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? ചുമ്മാ തോന്നിവാസം കാണിക്കുന്നത് എന്താ? ഞങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങളോട് ഒന്നും സംസാരിച്ചില്ല. മൊബൈൽ എടുക്കണ്ട, അത് ഞങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. നിങ്ങളാരാ ചോദിക്കാൻ? പോലീസുകാർ പിടിച്ച ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചുമ്മാ ഇരിക്കും അവിടെ. പോലീസുകാരും പിടിക്കുന്നില്ല. ഞങ്ങളുടെ പിള്ളേരാണ് ഞങ്ങൾ എന്താ പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങളും മക്കളും മുഴുവായിട്ട് ജീവിക്കുന്നല്ലേ? ചുമ്മാ വെള്ളം വെക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റി ന്യായീകരിക്കാൻ ശ്രമിക്കരുത്.
കളിക്കുന്നല്ലേ? പിന്നെന്താ എല്ലാ മനുഷ്യരിലും പ്രതികരണ ശേഷിയുണ്ട്. ആദ്യം മനസ്സിലാക്കുക, എല്ലാവരും മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. അത് തന്നെയാ പറയുന്നത്. ഞങ്ങൾക്ക് കേൾക്കണം എന്താണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഒന്നുമില്ല, പോയാ മതി. മേഡം മേഡം ഹലോ മേഡം, നിങ്ങളെ ഞങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു, ഞങ്ങൾ ഒരു സംശയം ചോദിച്ചു. ഒരു സംശയം ഒന്ന് പുറത്തോട്ട് വരാമോ? നിങ്ങൾ വേറെ രീതിയിലും കാണാൻ ഇന്ത്യ പാകിസ്ഥാനൊന്നും അല്ല, നമ്മൾ കോമണായിട്ട് സംസാരിക്കണം. ഈ കുട്ടികൾക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള പ്രശ്നം ഇത് പരിഹരിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് രഹസ്യ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവും. അല്ല മേഡം, ഞങ്ങളുടെ കുട്ടികളാണത്. ഞങ്ങൾ അല്ല, ഇറങ്ങിയപ്പോഴല്ല, ഒരു കറക്ഷൻ ഉണ്ട്. ഇറങ്ങിയപ്പോഴല്ല, നിങ്ങളോട് അല്ല മാഡം, വഴക്കല്ല അവിടെ. ഒരു മിനിറ്റ് ചേട്ടാ, ഇറങ്ങിയപ്പോഴല്ല, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും മാറ്റത്തില്ല. ഒന്നും മാറ്റത്തില്ല. അവരോട് മാന്യമായിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ പിടിക്കാം. മേഡം, നിങ്ങൾ അതിന് പേടിക്കേണ്ട കാര്യമില്ല. അല്ല, ഓക്കെ മാറ്റത്തില്ല. ശരി. അല്ല, നിങ്ങൾ എന്ത് റോങ്? വേണ്ട, നമ്മളിവിടെ തർക്കത്തിന് വന്നതല്ല.